2026 ലോകകപ്പിലെ പുതിയ നിയമങ്ങളിതാ. കളി മാറും, നിയമം കടുക്കും. ഫിഫ ലോകകപ്പ് 2026 തുടങ്ങുന്നത് ഫിഫയുടെ പരിഷ്കരിച്ച നിയമങ്ങൾ പാലിച്ചുകൊണ്ടായിരിക്കും. അന്താരാഷ്ട്ര ഫുട്ബോൾ അസോസിയേഷൻ ബോർഡ് പുതിയ നിയമ പരിഷ്കാരങ്ങൾക്ക് അംഗീകാരം നൽകി. ലോകകപ്പ് മുതൽ പിന്നീട് അങ്ങോട്ട് എല്ലാ കളികൾക്കും ഇത് ബാധകമായിരിക്കും. വായുപൊത്തി സംസാരിച്ചാൽ റെഡ് കാർഡ്. മത്സരത്തിനിടെ അസഭ്യവും മോശം വാക്കുകളും പ്രയോഗിക്കാൻ വാ പൊത്തിപ്പിടിച്ചാലും രക്ഷയില്ല. അത്തരം സന്ദർഭങ്ങളെ തിരഞ്ഞുപിടിച്ച് റെഡ് കാർഡ് കാണിക്കാൻ റഫറിക്ക് സാധിക്കും. കൈകൾ കൊണ്ടോ വസ്ത്രം കൊണ്ടോ വായ് മൂടി പിടിച്ച ശേഷം അസഭ്യം പറയുന്ന സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് പുതിയ കരുതൽ. ശിക്ഷാ നടപടിക്ക് കാരണമായ സംഭവത്തിനോട് വിയോജിച്ച് താരങ്ങൾ അസഭ്യം പറഞ്ഞാൽ കൂടുതൽ കടുത്ത നടപടികൾക്ക് ആ താരം വിധേയനാകും. അത്തരം സംഭവങ്ങൾ ഒഴിവാക്കാനാണ് ഇത്. പ്രതിഷേധിച്ച് കളം വിട്ടാൽ റെഡ് കാർഡ്. റഫറിയുടെ തീരുമാനത്തെ ചോദ്യം ചെയ്യാം, പക്ഷേ അതിനോട് വിയോജിച്ച് പ്രതിഷേധ സൂചകമായി കളം വിട്ടാൽ പണിയാകും. അങ്ങനെ മൈതാനം വിടുന്ന താരത്തെ റെഡ് കാർഡ് കാട്ടി പുറത്താക്കിയതായി കണക്കാക്കും. ടീം ഒന്നടങ്കം ഈ നടപടി സ്വീകരിച്ചാൽ 2 ആഴ്ചത്തേക്ക് മത്സര വിലക്കുണ്ടാകും. ത്രോയും ഗോൾ കിക്കും ദീർഘിപ്പിക്കാനാകില്ല. പന്ത് പുറത്തേക്ക് പോയാൽ ത്രോ ഇൻ ചെയ്യണമെങ്കിൽ 5 സെക്കൻഡ് സമയമേ അനുവദിക്കൂ. അതിനുള്ളിൽ അത് ചെയ്തില്ലെങ്കിൽ അനുവദിക്കപ്പെട്ട ത്രോ ഇൻ റഫറിക്ക് പിൻവലിക്കാൻ സാധിക്കും. ഇനി ഔട്ടാണെങ്കിൽ ഗോൾ കിക്ക് എടുക്കാനും ഇത്രയും സമയമേ കാണൂ. അതിന് കഴിഞ്ഞില്ലെങ്കിൽ എതിരാളികൾക്ക് കോർണർ കിക്ക് അനുവദിക്കും. സബ്സ്റ്റിറ്റ്യൂഷൻ ബോർഡ് കണ്ടാൽ ഉടൻ കളം വിട്ടോണം. ഒരു താരത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നതിനായി ബോർഡ് ഉയർത്തിയാൽ ആ താരം 10 സെക്കൻഡിനകം കളം വിടണം. മൈതാനത്തിന്റെ ഏത് ഭാഗത്താണോ നിൽക്കുന്നത് അതിന്റെ അടുത്തുള്ള അതിർത്തിയിലൂടെ താരത്തിന് പിൻവാങ്ങാം. നിശ്ചിത സമയത്തിനുള്ളിൽ ഇറങ്ങിയില്ലെങ്കിൽ പകരക്കാരന് ഏത് ഹാഫിലാണോ കളി നടക്കുന്നത് അതിന്റെ സ്റ്റോപ്പേജ് സമയത്തെ കളത്തിൽ പ്രവേശിക്കാനാകും. പരിക്ക്, സുരക്ഷാ പ്രശ്നങ്ങൾ എന്നിവയുടെ കാര്യത്തിൽ ഇളവുകൾ ഉണ്ടായിരിക്കും. ഓഫ് ഫീൽഡ് ട്രീറ്റ്മെന്റ്. മത്സരത്തിനിടെ ഗോളിക്ക് പരിക്കേറ്റാൽ പരിചരിക്കാനെത്തുന്നവർ വളരെ വേഗത്തിൽ 1 മിനിറ്റ് നേരത്തേക്ക് മാറി നിൽക്കണം. ഉദാഹരണത്തിന് പെനാൽറ്റി കിക്ക് പോലുള്ള നിർണായക ഘട്ടത്തിൽ മത്സര സമയം അപഹരിക്കപ്പെടാതിരിക്കണമെന്നാണ് അധികൃതർ മുന്നോട്ട് വയ്ക്കുന്ന വാദം. വാർ പ്രോട്ടോകോൾ. വാർ പരിശോധനയ്ക്ക് കൃത്യമായ മാനദണ്ഡങ്ങളുണ്ട്. 2ാം മഞ്ഞക്കാർഡിനെ തുടർന്നല്ലാതെ റെഡ് കാർഡുകൾക്ക് വാർ പരിശോധനയാകാം. റെഡ് കാർഡ് കിട്ടുന്ന താരത്തിന്റെ പിഴവ് എന്തെന്ന് വ്യക്തമാകാൻ വാർ പരിശോധനയ്ക്ക് ആവശ്യപ്പെടാം. കോർണർ കിക്ക് അനുവദിച്ചത് ശരിയായ തീരുമാനപ്രകാരമല്ലെന്ന് ഉറപ്പുണ്ടെങ്കിൽ വാർ പരിശോധനയ്ക്ക് മുതിരാം. ഫൗൾ വിളിച്ചത് എന്തുകൊണ്ടെന്നറിയാൻ അതേ ഫൗളിന് അനുവദിക്കപ്പെട്ട സെറ്റ് പീസ് കിക്കിന് മുൻപായി വാർ പരിശോധന നടത്തിയിരിക്കണം. ഓരോ ഹാഫിലും ലഘു ഇടവേള. മത്സരത്തിന്റെ 2 പകുതികളിൽ ഓരോന്നിന്റെയും ഇടവേളയിൽ 3 മിനിറ്റ് നേരത്തെ ചെറു ഇടവേളയുണ്ടാകും. മിക്കവാറും മത്സരം തുടങ്ങി 22 മിനിറ്റ് ആകുമ്പോഴായിരിക്കും ഈ തീരുമാനം. ഈ സമയത്തിനോടടുത്ത് നിൽക്കെ ഏതെങ്കിലും താരത്തിന് പരിക്കേറ്റ് കൂടുതൽ സമയം നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ടായാൽ ആ സമയത്തെ റഫറിക്ക് ലഘു ഇടവേളയാകാം. കോച്ചിനെ കളിയാക്കാമെന്ന് വിചാരിക്കേണ്ട. ഗോളിക്ക് പരിക്കേറ്റ് പരിചരണം നടക്കുന്നതിനിടെ താരങ്ങൾക്ക് മൈതാനത്തിന് പുറത്തേക്ക് കടക്കുന്നതിന് വിലക്കുണ്ട്. ഈ സമയം കോച്ചുമായി ആശയവിനിമയം നടത്താമെന്ന തോന്നലുണ്ടെങ്കിൽ അത് നടക്കില്ല.